ഞങ്ങൾ ബി ജെ പിയുമായി നേർക്കുനേർ മത്സരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജസ്ഥാൻ അവതരിപ്പിക്കും, മധ്യപ്രദേശ് അവതരിപ്പിക്കും, കർണാടക അവതരിപ്പിക്കും. അങ്ങനെ കുറേ സംസ്ഥാനങ്ങളുടെ ഒരു 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 കോൺഫിഡൻസ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കാനാവുമോ? അങ്ങനെ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ പിന്തുണയുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഒറ്റയ്ക്ക് കോൺഗ്രസ് മത്സരിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പലയിടത്തും. അതായത് നമ്മളെപ്പോഴും ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ ഭാഷ സംസാരിക്കുന്നവരാണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാറുണ്ട്. ആ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് നേരെയുള്ള പ്രഹരശേഷി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ആകെ കാര്യമായി കുറഞ്ഞു പോയിട്ടുണ്ട്. നേർക്കുനേർ നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ. പക്ഷേ ആ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയെ നേരിട്ട് വിജയിച്ചു വരാനുള്ള സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിന് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല കോൺഗ്രസ്. മറിച്ച് ഈ മുന്നണി എന്ന നിലയിൽ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രമേ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ.